തുടങ്ങി. ഏറ്റവും നമുക്ക് പരിചയമുള്ളത് മോഷൻ സിക്നെസ് എന്ന് പറയുന്ന അവസ്ഥയാണ്. ചില ആളുകൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഛർദ്ദിക്കാൻ തോന്നും. ഛർദ്ദിക്കാൻ തോന്നുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? അതായത് അവരുടെ ശരീരത്തിൽ ഈ ചലനം സെൻസ് ചെയ്യുന്നതോ ഗ്രാവിറ്റി സെൻസ് ചെയ്യുന്നതോ ആയിട്ടുള്ള അത്തരം സിഗ്നലുകൾ അത് ബ്രെയിനിനോട് പറയുന്നത് നമ്മുടെ ശരീരം ചലനത്തിലാണ് എന്നുള്ളതാണ്, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അകത്തേക്ക് നോക്കി ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫോണിൻ്റെ സ്ക്രീൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച അനുസരിച്ച് നമ്മുടെ കൈ മാറുന്നില്ല, ഫോണും ഒന്നും മാറുന്നില്ല. അപ്പോൾ കണ്ണ് പറയുന്നത് നമ്മൾ സ്റ്റഡി ആയിട്ടിരിക്കുകയാണെന്നുള്ളതാണ്, സ്റ്റേബിളാണ്. പക്ഷേ നമ്മുടെ ശരീരം പറയുന്നത്, ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ചെവിയുടെ ബാലൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സിഗ്നലുകളൊക്കെ അകത്തേക്ക് പോകുമ്പോൾ ശരീരം സെൻസ് ചെയ്യുന്നത് ശരീരം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പം മസ്തിഷ്കത്തിന് കിട്ടുന്ന സിഗ്നലുകൾ പരസ്പരം മാച്ചിങ് അല്ല. ഇത് മസ്തിഷ്കത്തിന് ഒരു അപകട ഫീലിംഗാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ എവല്യൂഷണറി നോക്കുമ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് അപകടം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, പണ്ടൊരു കാലത്ത് നമ്മളുടെ അപകടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഫുഡിൽ നിന്ന് വരുന്ന അപകടങ്ങളാണ്. അപ്പോൾ നമ്മുടെ മസ്തിഷ്കം മനസ്സിലാക്കുന്നത് സംതിങ് ഈസ് റോങ് വിത്ത് അവർ ബോഡി. അപ്പോൾ ആദ്യത്തെ നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നതിൽ ഒന്നാണ് ഈ ഛർദ്ദിക്കുക എന്ന് പറയുന്നത്. അതായത് പണ്ടൊരു കാലത്ത് ഒരു പക്ഷേ നമ്മുടെ മസ്തിഷ്കത്തിന് പരിചയമുള്ള ഒരേ ഒരു അപകടം ഫുഡിലൂടെ വരുന്ന അപകടമായിരുന്നിരിക്കണം. അപ്പോൾ അതിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഛർദ്ദിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ മോഡേൺ കാലത്താണ് നമുക്ക് വാഹനയാത്രയും ഒക്കെ വേണ്ടി വരുന്നത്, ഫ്ലൈറ്റ് യാത്രയും ഒക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും മസ്തിഷ്കത്തിന് പല സെൻസുകൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴും അതിനൊരു റെസ്പോൺസായിട്ട് നമുക്ക് ഈ മോഷൻ സിക്നെസ് അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാകുന്നു.